ഹായ്, ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ രേവതിയുടെ കാര്യം പറഞ്ഞു. രേവതി മനഃപൂർവ്വമായി തന്നെ ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ രേവതിക്ക് ഷാനവാസിന് ഇഷ്ടമല്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഷാനവാസ് ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ കളിയാക്കിക്കൊണ്ട് അത് നന്നായി എന്ന് പറയും. അതായത് കളിയാക്കിക്കൊണ്ടാണ് പറയുക. ഇപ്പൊ ബോൾ ടാസ്കിൽ ഷാനവാസിന് ബ്ലാക്ക് ബോൾ കിട്ടി, അതിലൂടെ ഷാനവാസ് ആ ഗെയിം റദ്ദാക്കി. അതൊരു നല്ലൊരു മൂവായിരുന്നു ഷാനവാസിന്റെ. അതിന് ഈ പറയുന്ന രേവതി എങ്ങനെയാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാനവാസിനാണ് ബ്ലാക്ക് കിട്ടിയത്. നമ്മൾക്കറിയാലോ ഷാനവാസിന് ബ്ലാക്ക് കിട്ടി എന്തൊക്കെയാണ് കാണിക്കുക എന്ന് നമ്മൾക്കറിയാലോ. ചുമ്മാ ജാടാ പോസ് അതൊക്കെ കാണിച്ചു, ക്യാമറ എവിടെയാണ് എന്ന് നോക്കി അവിടെ പോയി നിൽക്കുന്നു, വലിയ മാസ് കാണിച്ച് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന രേവതിക്കുള്ളത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പ്രേക്ഷകർ എന്ത് വിചാരിക്കും? ഷാനവാസ് മന്ദബുദ്ധിയാണ് എന്നുള്ളൊരു ചിന്ത പ്രേക്ഷകരിലേക്ക് വരും. ഇവിടെ രേവതി അങ്ങനെ പറയുമ്പോൾ പ്രേക്ഷകർ എന്താണ് വിചാരിക്കുക? രേവതിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. രേവതിയുടെ വാക്ക് കേട്ട് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരുപാട് ആൾക്കാർ. അവർ ചിന്തിക്കുന്നത് ഷാനവാസ് ഇങ്ങനെ ജാട കാണിക്കുന്ന, ബോസ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്, ആള് നല്ല ഗെയിമൊന്നും കളിച്ചിട്ടില്ല എന്നുള്ളൊരു ചിന്തയെ വരികയുള്ളൂ. അതുപോലെ തന്നെ സീക്രട്ട് ഏജന്റ് സായി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സായി ബിഗ് ബോസ് വീട്ടിൽ പോയി എന്താണ് കാണിച്ചത് എന്ന്. കഴിഞ്ഞ സീസണിൽ ഒരു തേങ്ങയും ചെയ്യാതെ ഇറങ്ങി വന്ന ഒരാളാണ്. പുള്ളിക്ക് എന്തൊക്കെയോ അറിയാം, ഞാനാണ് ഇവിടുത്തെ എല്ലാ സീക്രട്ടുകളും കണ്ടുപിടിക്കുന്നത് എന്ന തരത്തിലാണ് പുള്ളി മുന്നോട്ട് പോകുന്നത്. പുള്ളിയുടെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഷാനവാസ് നെവിൻ ഇഷ്യൂ, അത് വലിയ വിഷയമായിട്ടുണ്ടായിരുന്നു. ഷാനവാസ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അറിയുന്നു ഈ പറയുന്ന ആദിലയെ സംരക്ഷിക്കാൻ വേണ്ടി ഷാനവാസ് ചെയ്ത കാര്യമാണ് ഇത് എന്ന് നമ്മൾ അറിയുന്നു. അതിനുശേഷം സീക്രട്ട് ഏജന്റ് സായി ഇട്ട വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അതിൽ സീക്രട്ട് ഏജന്റ് സായി എന്താണ് പറഞ്ഞത്? ഷാനവാസ് ആദിലയെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സാധനം ചെയ്തു. ഞാൻ പറയുകയാണെങ്കിൽ, അതായത് സായി പറയുകയാണെങ്കിൽ, ഇതൊരു ബ്രില്യൻ ഗെയിമറിന്റെ ലക്ഷണമാണ്, വേറെ ലെവൽ ഗെയിമറാണ് ഷാനവാസ്. സത്യം പറഞ്ഞ ബിഗ് ബോസിൽ വന്ന ഏറ്റവും ബെസ്റ്റ് ഗെയിമറാണ് എന്ന് പറഞ്ഞു. ഇവിടെ പല ആൾക്കാരും ചിന്തിക്കും അത് ഷാനവാസിനെ പൊക്കി പറഞ്ഞതല്ലേ എന്ന്. അതായത് ഷാനവാസ് ചെയ്ത നല്ല കാര്യം, ഷാനവാസിന്റെ ആത്മാർത്ഥത, ഷാനവാസിന് ആദിലയോടുള്ള സ്നേഹം, ആ സമയത്ത് അതിനെ ഗെയിമാക്കി മാറ്റുകയാണ് ഈ പറയുന്ന സീക്രട്ട് ഏജന്റ് സായി. അതായത് അത് ഷാനവാസിന്റെ മാരക ഗെയിമാണ്. ഈ വിഷയമെല്ലാം ആദിലയുടെ തലയിൽ കൊണ്ട് ഇട്ടത് ഷാനവാസാണ്, അത് ഷാനവാസിന്റെ ബ്രില്യൻ മൂവാണ് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിനെ പൊക്കിക്കൊണ്ട് താഴ്ത്തുന്നു. അതായത് പ്രേക്ഷകരിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അത് ഷാനവാസിന്റെ തന്ത്രമാണ്, ഗെയിമാണ്, ഇത് ഷാനവാസ് ചെയ്ത കാര്യമാണ്, ആദിലയ്ക്ക് വേണ്ടി ചെയ്തതല്ല, അത് ആദിലയുടെ തലയിൽ കൊണ്ടിടുകയാണ് ഷാനവാസ് ചെയ്യുന്നത് എന്ന് ആക്കി തീർക്കുകയാണ് പ്രേക്ഷകരുടെ ഉള്ളിൽ. അതായത് വേറെ ലെവൽ ഗെയിമറാണ് ഷാനവാസ് എന്ന് പറഞ്ഞ് പൊക്കിവിടുന്നു. അതിനുശേഷം ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ ഈ ചങ്ങാതിക്ക് ഒരു തേങ്ങയും അറിയില്ല, ബിഗ് ബോസ് ഗെയിം എന്താണ് എന്ന് പോലും അറിയില്ല, ഇയാളിലേക്ക് ആരാണ് ബിഗ് ബോസിൽ കൊണ്ടിട്ടത് ഒന്നും അറിയില്ല, വെറും മണ്ടനായിട്ടുള്ള ഒരാൾ എന്ന് പറയുകയും ചെയ്യും. അതായത് ഷാനവാസിന്റെ നന്മകളെ, അത് കള്ളത്തരമാണ്, അത് ഗെയിമാണ്, അത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളുടെ തലയിലിടാൻ വേണ്ടി ഷാനവാസ് ചെയ്ത തന്ത്രമാണ് ഇത് എന്ന് വരുത്തി തീർക്കും. അതുപോലെ തന്നെ വേറൊരു സംഭവത്തെ ഗെയിം എന്താണ് എന്ന് പോലും അറിയില്ല, മണ്ടനാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യും. ഇതാണ് രീതി. പല ആൾക്കാർക്കും ഇത് കൃത്യമായി മനസ്സിലാവില്ല. ഇവിടെ കൃത്യമായി അയാൾ ചെയ്യുന്നത് ഈ പറയുന്ന ഷാനവാസിനെ താഴ്ത്തിക്കെട്ടുക എന്നുള്ളത് തന്നെയാണ്. സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പല ആൾക്കാർക്കും മനസ്സിലായി കാണില്ല. അതായത് ഷാനവാസ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഷാനവാസ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അത് ഷാനവാസിന്റെ ഗെയിമാണ്, ഷാനവാസ് വേറെ ലെവൽ ഗെയിമറാണ് എന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം മറ്റു വിഷയങ്ങളിൽ ഷാനവാസ് മണ്ടനായ ഒരാളാണ്, ബിഗ് ബോസ് ഗെയിം എന്താണ് എന്ന് പോലും അറിയാത്ത വെറും മണ്ടനാണ് എന്ന് പറഞ്ഞ് പരത്തുകയും ചെയ്യും. ഇവിടെ രണ്ടും ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്യുന്നത് തന്നെയാണ്. അതായത് മറ്റേതിലാണെങ്കിൽ ഇവൻ കള്ളനാണ്, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് എന്നുള്ളതാണ് ഒരു സൈഡ്. മറ്റേ സൈഡ് ഇയാൾക്ക് ഒന്നും അറിയില്ല, ഇയാൾ പൊട്ടനാണ് എന്നുള്ളതാണ് മറ്റേ സൈഡ്. ഒരുപാട് യൂട്യൂബേഴ്സ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. രേവതി പ്രത്യക്ഷത്തിൽ അങ്ങനെ ചെയ്യുന്നു. ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ് സായി ആർക്കും അറിയാത്ത രീതിയിൽ ഷാനവാസിനിട്ട് നല്ലത് കൊടുക്കുന്നുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട് ഷാനവാസിനെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് ഇവർക്കുള്ളത്. ആദ്യ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഷാനവാസിനായിരുന്നു. അപ്പം മുതൽ തുടങ്ങിയ ചൊറിച്ചിലാണ് ഇവർക്ക് എല്ലാവർക്കും. ഇവരെ ആരും പണം വാങ്ങിച്ച് ചെയ്തു എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഷാനവാസിനെ മനഃപൂർവ്വമായി തന്നെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം എല്ലാവരും മനസ്സിലാക്കണം. ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.